ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സമരത്തെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം പറയാനും അതിനെ പറ്റിയിട്ടുള്ള അവബോധം നിർമ്മിക്കാനുമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നീറ്റ് പേപ്പർ ലീക്കുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തെ സ്റ്റുഡൻസ് എല്ലാവരും ജന്തർ മന്ദറിൽ ഒത്തുചേർന്ന് സർക്കാരിനെതിരെയും സംവിധാനങ്ങൾക്കെതിരെയും വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രതിഷേധം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധവും സമരമൊക്കെ ഒരു പരിധിവരെ വിജയമായിട്ടുണ്ട് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റീസ് ഒക്കെ ഇവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അവരുടെ പല ആവശ്യങ്ങളിൽ ഒരു പരിധിവരെയുള്ള ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുമുണ്ട്. മന്ത്രിയുടെ റെസിഗ്നേഷൻ മാത്രമാണ് ഇപ്പോഴും പെൻഡിങ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് റീസെന്റ് ആയിട്ടുള്ള ഒരു ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും പറ്റാത്തൊരു കാര്യം, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒത്തൊരുമിച്ച് നിന്ന സമയത്ത് ആ ഒരു സിസ്റ്റത്തെയും ഗവൺമെന്റിനെയും ഒക്കെ ഒന്ന് ഷേക്ക് ചെയ്യാനും അവരെ ഒന്ന് റിയാലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കിത് പോസിബിൾ ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് ഫ്യൂച്ചറിലേക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം കൂടിയാണ്. ബിക്കോസ് നമ്മൾ ഒരു ചോദ്യവും ചെയ്യാതിരുന്നാൽ, ഒരു സമരങ്ങളും ചെയ്യാതിരുന്നാൽ, ഒരു പ്രതിഷേധവും അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ലോങ് ടൈമിൽ അതിന്റെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. അപ്പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരുണ്ട്, നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ജോലിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല റൈറ്റ്സും, നമ്മൾ പ്രിവിലേജ്ഡ് ആയിട്ട് കാണുന്ന പല കാര്യങ്ങളും ആരൊക്കെയോ എപ്പോഴൊക്കെയോ സമരം ചെയ്തത് കൊണ്ടോ എപ്പോഴൊക്കെയോ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയത് കൊണ്ടോ ഒക്കെ കിട്ടിയിട്ടുള്ള റൈറ്റ്സ് ആണ്. അല്ലാതെ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ കൊണ്ടുവന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ സമരങ്ങളും പ്രതിഷേധങ്ങളും ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒബ്ജക്റ്റീവ്സ് മാറിപ്പോകരുത്. ഒരു സമരം കോമൺ ആയിട്ട് ഒരു പ്ലേസിൽ നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആളുകൾ ഈ സമരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ പ്രൊപ്പഗണ്ടകൾ ഉണ്ടാവാം, അജണ്ടകൾ ഉണ്ടാവാം, ഹിഡൻ ആയിട്ടുള്ള ചില മോട്ടീവ്സ് ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അത്തരം ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തേണ്ടതാണ്. എന്താണോ നമ്മുടെ കോർ ഒബ്ജക്റ്റീവ്? ഇപ്പൊ ഇവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ പറ്റിയിട്ടുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പേപ്പർ ലീക്സ് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ പഠിച്ച് പാസ്സാവുന്ന കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള തൊഴിലവസരങ്ങൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകൾ നല്ല ക്വാളിഫിക്കേഷനുമായിട്ട് നടന്നിട്ടും അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിനാണെങ്കിലും ഈവൻ പല സംസ്ഥാന സർക്കാരുകൾക്കാണെങ്കിലും സാധിക്കാറില്ല. അപ്പൊ അത്തരത്തിലുള്ള സിസ്റ്റത്തിന്റെ പോരായ്മകളെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് അതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നത് ഓരോ വിദ്യാർത്ഥികളുടെയും ഓരോ പൗരന്റെയും ആവശ്യമാണ്. അപ്പൊ അത് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, അത്തരത്തിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ മുന്നോട്ട് പോയി സമരം ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ അറിയിക്കുന്നു. ഇനി നമ്മുടെ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വരുന്ന സമയത്തും തീർച്ചയായിട്ടും എനിക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ ഭയങ്കര അസംഘടിതരാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ CA, CMA, ACCA, CMA, USA ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഒരു അസംഘടിത മേഖലയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ പൊതുവെ നമ്മളിപ്പം എക്സാം പേപ്പർ ലീക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മാസമായിട്ടൊക്കെ ബൂസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ പ്രത്യേകിച്ചും ഈ ഇന്റർനാഷണൽ കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവര് കുറച്ചധികം ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പ്രധാനമായിട്ടും നമ്മൾ അടയ്ക്കുന്ന ഫീസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ ACCA ഒക്കെ എക്സാം ഫീസ് ഒക്കെ എടുത്ത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ CAയും CMA ഒക്കെ പഠിക്കാനായിട്ട് വരുന്ന കോസ്റ്റ് നമുക്കറിയാം വളരെ തുച്ഛമായ വിലയ്ക്ക്. അതായത് ട്യൂഷൻ ഫീസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, എക്സാം ഫീസും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ഫീസൊക്കെ പാസ്സായതിനു ശേഷം മാത്രമാണ് അടയ്ക്കേണ്ടി വരുന്നത്. അത് തന്നെ ഒരു എക്സാമിനൊക്കെ 1000, 2000, 3000 ഒക്കെ ആ ഒരു മാക്സിമം ആ റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പോൾ എക്സാംസ് എത്ര തവണ വേണമെങ്കിലും എഴുതാനുള്ള ഒരു അവസരം, സ്വാഭാവികമായിട്ടും അത്തരം എക്സാംസ് ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ വീണ്ടും വീണ്ടും എന്തായാലും എഴുതേണ്ടി വരും. അപ്പോൾ അതൊരു വലിയ ബാധ്യതയായിട്ട്, ഫൈനാൻഷ്യൽ ബർഡൻ ആയിട്ടൊന്നും ആൾക്കാർക്ക് മാറുന്നില്ല, മറിച്ച് ഒരു മെന്റൽ ട്രോമ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് തോൽക്കുന്ന സമയത്ത് മെന്റലി അപ്സെറ്റ് ആവാറുണ്ട്. പക്ഷേ നമ്മൾ ഇന്റർനാഷണൽ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ACC ആണെങ്കിലും CMA ഒക്കെ ആണെങ്കിലും, ഇപ്പോൾ റീസെന്റ് CMAയുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഒരു എക്സാമിന് ഈ കൂപ്പൺ കോഡോ ഡിസ്കൗണ്ട് കോഡോ ഒന്നും ഇല്ലാതെ തന്നെ ഏകദേശം 50,000-ത്തിനടുത്താണ് സ്റ്റുഡന്റ് കാറ്റഗറിക്ക് എക്സാം ഫീസ് വരുന്നത്. GST മറ്റ് ബാങ്ക് ചാർജ് കൊണ്ടൊക്കെ ചേരുന്ന സമയത്ത് ഒരു എക്സാമിന് 50,000 അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ACCന്റെ കേസ് മറിച്ചല്ല, അതിന് ചില എക്സാമുകൾക്ക് 30,000, 35,000 ഒക്കെ കോസ്റ്റ് വരുന്നുണ്ട്. അത് പൗണ്ടിലാണ്. അതുപോലെ തന്നെ ചില എക്സാംസിന് 20,000, 25,000 വരുന്നുണ്ട്. 13 പരീക്ഷകളുണ്ട് അവിടെ. അപ്പോൾ നിങ്ങൾ ആ ഒരു 20,000-നെയൊക്കെ ഒരു 10 കൊണ്ട് ഗുണിക്കുമ്പോൾ തന്നെ എത്ര ലക്ഷം രൂപ ആയി എന്നുള്ളത് ചിന്തിക്കുക. ആൻഡ് ഇതിൽ ഏതെങ്കിലുമൊക്കെ സബ്ജക്ട്സ് വിദ്യാർത്ഥികൾ ഫെയിൽ ആവുന്ന സമയത്ത്, ചിലപ്പോൾ 49 ഒക്കെ കിട്ടി ഫെയിൽ ആവുന്ന വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ ഫെയിൽ ആവുന്ന സമയത്ത് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആ വിദ്യാർത്ഥിക്ക് ഉണ്ടാവുന്ന ഒരു ഫൈനാൻഷ്യൽ ബർഡൻ തീർച്ചയായിട്ടും ഹൈ ആണ്. ഇപ്പോൾ ഈ US കോഴ്സും അതുപോലെ UK കോഴ്സും ഒക്കെ അവർ ഫീ സ്ട്രക്ചർ ഫിക്സ് ചെയ്യുന്നത് അമേരിക്കയുടെ ഒരു എക്കോസിസ്റ്റം വെച്ചിട്ടും UKയുടെ ഒരു എക്കോസിസ്റ്റം വെച്ചിട്ടും അവിടുത്തെ ഒരു എക്കോണമിക്കൽ സിറ്റുവേഷൻ വെച്ചിട്ടും ഒക്കെയാണ്. അപ്പോൾ അവിടെ ആവറേജ് ആൾക്കാരുടെ സാലറി എന്ന് പറയുന്നതും അവരുടെ ആനുവൽ ഇൻകവും മന്ത്ലി ഇൻകം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രീംലി ഡിഫറൻ്റ് ആണ്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? ഇവരൊക്കെ ചാർജ് ചെയ്യുന്ന ഫീസ് എല്ലാവർക്കും സെയിം ആണ്. അമേരിക്കക്കാരൻ അടയ്ക്കുന്ന അതേ ഫീസ് തന്നെയാണ് നമ്മളും അടയ്ക്കുന്നത്. പക്ഷെ അമേരിക്കക്കാരന് കിട്ടുന്ന സാലറിയും അമേരിക്കക്കാരന്റെ ഫൈനാൻഷ്യൽ സെറ്റപ്പും അവിടുത്തെ എക്കണോമിക്കൽ സിറ്റുവേഷനും അല്ല നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമിന് 50,000 കൊടുക്കുക എന്ന് പറയുന്നതും ഒരു 25,000 കൊടുക്കുക എന്ന് പറയുന്നതും അമേരിക്കൻസ് കൊടുക്കുന്ന ആ ഒരു $500, $300 അതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ
ഇന്ത്യൻ സ്റ്റുഡൻസിന് ആക്ച്വലി ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്നതുപോലെ ഒരു അസംഘടിത മേഖലയ്ക്ക് ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ശക്തമായിട്ട് ഒന്നിച്ച് ഇതിനെതിരെ ഒരു റെവല്യൂഷൻ കൊണ്ടുവരാനോ ഒന്ന് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ നമുക്ക് സാധ്യതയില്ല. അവരൊരു ഫീസ് നിശ്ചയിക്കുന്നു, നമ്മൾ ആ ഫീസ് പോയി അടയ്ക്കുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും പ്രതിഷേധിച്ച് പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ളതല്ല, മറിച്ച് ഒരു ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ രാജ്യത്തിലെ കുട്ടികൾക്ക് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള രീതി, തരക്കേടില്ലാത്തൊരു പ്രൈസിങ്ങിലേക്കൊക്കെ ഇതിൻ്റെയൊക്കെ ഫീസ് സ്ട്രക്ചർ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യം. അതിന് ഈ പറഞ്ഞതുപോലെ ഒരാൾ ഒറ്റയ്ക്ക് പറഞ്ഞത് കൊണ്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ വിദ്യാർത്ഥികളൊക്കെ കൂട്ടായ്മയോടുകൂടി ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചാലും, അതുപോലെ തന്നെ ഇത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയൊക്കെ ഭാഗത്തു നിന്ന് അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയാലൊക്കെ ഇതിനകത്തൊക്കെ ചേഞ്ചസ് വരത്തുള്ളൂ. ബട്ട് അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുക. വിദ്യാർത്ഥികൾ സംഘടിച്ചാൽ, ഒരുമിച്ച് പോരാടിയാൽ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ചും ഇന്റർനാഷണൽ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾ. ഇപ്പോൾ ഇന്ത്യൻ കോഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫീസ് വളരെ കുറവാണ്. പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ചില കോഴ്സുകൾക്ക് ഹ്യൂജ് ഫീസ് മേടിച്ച് കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ആ കോഴ്സിൻ്റെ ബോർഡ് നിശ്ചയിച്ചിരിക്കുന്ന ഫീസുകളൊക്കെ വളരെ കുറവാണ്. സോ ACCA, CMA, USA, ഈവൻ EA പോലത്തെ കോഴ്സൊക്കെ പഠിക്കുന്നവർ, അല്ലെങ്കിൽ CIMA, CPA ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്നവർ തീർച്ചയായിട്ടും ഇതിനെ പറ്റിയിട്ടൊന്ന് കൺസേൺഡ് ആവേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രൂപീകരിക്കുക, നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഫ്യൂച്ചറിൽ ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, ചിലപ്പോൾ ഒരു എക്സാം എഴുതാനായിട്ട് 1 ലക്ഷം രൂപയൊക്കെ ആവുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള സാധാരണക്കാരായ കുട്ടികളൊക്കെ പഠിക്കും? അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് മാറും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക. കൂടുതൽ ചർച്ചകൾ ഉണ്ടാവട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.